അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം. 8-ാം ദിവസം. ലക്ഷ്മി ദേവിയുടെ വാത്സല്യഭാജനമായ തത്തേ, മടി കൂടാതെ നീ വന്ന് ശ്രീരാമചരിതം തുടർന്നു ചൊല്ലിയാലും. എങ്കിൽ കേട്ടോളൂ. തത്ത പറഞ്ഞു തുടങ്ങി. ജാനകി ദേവിയും ശ്രീരാമനും ഭാർഗവ രാമന്റെ അഹങ്കാരം ശമിപ്പിച്ച് അയോധ്യയിലെത്തി എല്ലാവരോടൊപ്പം സുഖമായി വസിച്ചു. താർമകൾ കൻപുള്ള തത്തേ വരികടോ, താമസശീലമകറ്റേണമാശു നീ. രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമാ. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാം അകലും പല ജാതിയും. സങ്കടമേതും വരികയുമില്ലല്ലോ, പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൻ. ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യജാലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരിക്കു പോക്കു. താതനോടും നിജമാതൃജനത്തോടും ദാതൃസുധനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ച് മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പൂക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടെ നാനാ ഗുണഗണം കാൺകയാ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുധഗണ ഭൂഷണ ഭൂഷിതൻ. ചിത്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമധുതുല്യാധരിയായ ഗൗരിയാം അദ്രിസുധയും ആനന്ദവിവശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായ തലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസനപ്രിയൻ നാരകാരതി നളിനാശരഗുരു നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളികരമ്യവദനൻ നരകാരി നാളികബാന്ധവ വംശസമുദ്ഭവൻ. ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ
കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശ വിനാശ നരകാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ ഓമൻ